വെൽക്കം ടു ഫ്ലൈങ് ബേർഡ്സ്. നോമ്പൊക്കെ വീടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതേ ചെമ്മീനാണ് നമ്മളിന്ന് ഇവിടെ കറി വെക്കാനായിട്ട് കൊണ്ടുവന്നേക്കണേ. അപ്പോൾ ഇന്നൊരു ചെമ്മീൻ റോസ്റ്റ്, അടിപൊളി ചെമ്മീൻ റോസ്റ്റും ഒരു പുട്ടും അതാണ് നമ്മളിന്ന് കഴിക്കണത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണേന്നുള്ളത് കാണിച്ചു തരാം. ഈ ചെമ്മീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ ഉപ്പും മുളകും മാത്രം ഇട്ട് കഴിക്കാൻ പോലും ടേസ്റ്റാണ്. ഭയങ്കര ടേസ്റ്റുള്ളൊരു മീനാണല്ലോ ചെമ്മീൻ. കൊളസ്ട്രോളുകാർ സൂക്ഷിക്കണം, കൊളസ്ട്രോൾ കൂടിയൊരു മീനാണ് കേട്ടോ ഇത് കഴിച്ചു കഴിഞ്ഞാൽ. ഇത് ഞാനിപ്പോൾ ഇന്ന് റോസ്റ്റാണ് ചെയ്യണത്. അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇപ്പോൾ 1 കിലോ ചെമ്മീനാണ് ഞാൻ എടുത്തേക്കണത്. നല്ല വലിയ ചെമ്മീനായിരുന്നു കേട്ടോ. നല്ല അരോത്തികളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച കാരണം നല്ല വലിയ ചെമ്മീനാണ് കിട്ടിയേക്കണത്. നല്ല ഫ്രഷാണ് താനും. അതിലേക്ക് വേണ്ട സാധനങ്ങളായിട്ട് ഞാൻ എടുത്തു വെച്ചേക്കണത് ഇഞ്ചി, ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു 3-4 അല്ലി വെളുത്തുള്ളി. വലിയ പീസാണ് കേട്ടോ വെളുത്തുള്ളി എടുത്തേക്കണേ. അപ്പോൾ അത് ഇങ്ങനെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 2 പച്ചമുളകും ഞാനിങ്ങനെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 2 സവാള എടുത്തിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു വലിയ തക്കാളി ഇതും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ വേപ്പില. പിന്നെ ഇതിലേക്ക് മസാലകളായിട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, 1 സ്പൂൺ മസാലപ്പൊടി, പിന്നെ നല്ലൊരു ഫ്ലേവർ കൂട്ടി കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നത് പെരിഞ്ജീരകം, റോസ്റ്റഡ് പെരിഞ്ജീരകമാണിത്. അതൊന്ന് തെരുതെരിപ്പോട് കൂടി പൊടിച്ചേക്കണത്. ഇത്രയും സാധനങ്ങളാണ് ഇതിലേക്ക് ആവശ്യമുള്ളത്. പിന്നെ ഞാൻ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഈ മാഗിയുടെ കോക്കനട്ട് പൗഡർ. നമുക്ക് ചെറിയ ക്വാണ്ടിറ്റിയിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ വേഗം പോയി ഒരു നാളികേരം ചിരണ്ടി പാല് പിഴിഞ്ഞെടുക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഇതാവുമ്പോൾ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ തൻപാൽ ഒഴിക്കണ പ്രോസസ്സ് എളുപ്പമായി തീരും. നമ്മുടെ പണി എളുപ്പമാവുമല്ലോ. അപ്പോൾ അത് ലാസ്റ്റ് ഞാൻ കലക്കി ഒഴിക്കും. ഞാനിവിടെ 1 കിലോ ചെമ്മീനാണ് എടുത്തേക്കണത്. 1 കിലോ ചെമ്മീനിലേക്ക് 1 പീസ് കൊടപ്പുളി, പിന്നെ ഒരു ചെറിയ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. ആ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ഞാൻ ആദ്യം വേവിക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ തീ കത്തട്ടെ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ഇളക്കിയിട്ട് മൂടി വയ്ക്കാം. ഈ കൊടപ്പുളി ഇടുന്നത് ഈ ചെമ്മീനിൽ ചിലർക്ക് കഴിക്കുമ്പോഴൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ ഇതിലെ വിഷാംശങ്ങൾ വലുതൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് മഞ്ഞളും ഈ കൊടപ്പുളിയും. വയറിന് കംപ്ലൈൻറ്റ് ഇല്ലാണ്ടിരിക്കാൻ. ഈ കൊടപ്പുളി എന്ന് പറഞ്ഞ സാധനം വയറിൻ്റെ കംപ്ലൈൻറ്റ് തീർക്കണ ഒരു സാധനമാണല്ലോ. അപ്പോൾ അതാണ് കൊടപ്പുളി ഇട്ടിട്ട് ഞാൻ വേവിക്കാറ്. ഇനി അടച്ചു വയ്ക്കാം. ചെമ്മീൻ ഇവിടെ വെന്തുകൊണ്ടിരിക്കുകയാണ്. ചെമ്മീൻ അധികം നേരം വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു 5 മിനിറ്റ് അതിൽ കൂടുതൽ വേവിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് റബ്ബറി ആയിപ്പോവും. അപ്പോൾ ഏകദേശം ഇവിടെ റെഡിയായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതിവിടെ കുക്കായി കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ അത് കളയൊന്നും വേണ്ട. അത് തന്നെ നമുക്ക് റോസ്റ്റ് ചെയ്യുമ്പോൾ അതിലേക്ക് യൂസ് ചെയ്തെടുക്കാം. ഇതേ പാൻ ചൂടായി കഴിയുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ. വെളിച്ചെണ്ണയിലാണ് ഇത് ടേസ്റ്റ് കൂടുതൽ. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞു വെച്ചേക്കണത് ഇടാം. നല്ല മൂത്ത മണം വന്ന് കഴിയുമ്പോൾ മാത്രം പച്ചമുളക് ഇട്ടാൽ മതി. വെളുത്തുള്ളിയും ഇഞ്ചിയും ഒരുവിധം മൂത്തിട്ടുണ്ട്, നല്ലോണം മൂത്തിട്ടുണ്ട്. ഇപ്പം പിന്നെ ഇതിലേക്ക് നമ്മുടെ 2 പച്ചമുളക്, ചെറിയ പച്ചമുളകാണ്. അതിലേക്ക് 1 തണ്ട് വേപ്പില. വേഗം കുക്കിംഗ് കഴിയൂട്ടത്. ഇനി ഇതിലേക്ക് നമ്മുടെ സവാള, സവാള ഇട്ടിട്ട് നല്ലോണം മൂക്കണം, നല്ലോണം വഴണ്ട് വരണം. അതിനായിട്ട് വെയിറ്റ് ചെയ്യാം. സവാള വേഗമാവാൻ വേണ്ടി ഞാനൊരു നുള്ളു ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. സവാള നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ മസാലകളെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്യാണ്. നമ്മുടെ മസാലപ്പൊടികളെല്ലാം നല്ലോണം മൂത്ത മണമൊക്കെ വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണം നമ്മുടെ ടൊമാറ്റോ ഒരെണ്ണം അത്യാവശ്യം വലിപ്പമുള്ളത് അത് ഇട്ടുന്നുണ്ട്.
ടൊമാറ്റോയും ഈ സവാള എല്ലാം കൂടി നന്നായി കുക്കായി വരട്ടെ. കുറച്ച് വെള്ളം നമുക്ക് ഒഴിക്കുക അതിൻ്റെ ഇടയിൽ കേട്ടോ. അപ്പോൾ വേണ്ട, നന്നായി ടൊമാറ്റോ ഒന്ന് വെള്ളം ഇറങ്ങി വരട്ടെ. മസാല നല്ലോണം കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ഈ ചെമ്മീൻ വേവിച്ചപ്പോൾ ഉണ്ടായ ആ വെള്ളമില്ലേ, ചെമ്മീൻ്റെ സ്റ്റോക്ക്, അതാണ് ഒഴിക്കണം. അപ്പോൾ നല്ലൊരു ഗ്രേവിയായി. ഈ സമയത്ത് നമുക്ക് ഉപ്പും എരിവും പുളിയും ഒക്കെ ചെക്ക് ചെയ്യാം. അടിപൊളിയായിട്ട് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റും ഉണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കി, ഉപ്പുണ്ട് പാകത്തിന്, എരിവും പുളിയും ഒക്കെ ഉണ്ട് കേട്ടോ. ഇനി നമ്മുടെ ചെമ്മീൻ വേവിച്ചത് ഇതിലേക്ക് ഇടാം. 1 കിലോ ചെമ്മീൻ ഉണ്ട്, പക്ഷെ വെന്ത് നന്നാക്കി വരുമ്പോൾ അതിൻ്റെ വെയിറ്റ് ഇത് കുറയുമല്ലോ. അങ്ങനെ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ കുടപ്പുളി എടുത്ത് പുറത്തേക്ക് കളയാട്ടാ, ചെമ്മീൻ്റെ ഒപ്പ് ഇട്ടറിഞ്ഞതില്ലേ. നമ്മുടെ മാഗിയുടെ കോക്കനട്ട് പൗഡർ ഒരു പാക്കറ്റിൻ്റെ പകുതി മതിയാവും തോന്നുന്നു. പാക്കറ്റിൻ്റെ പകുതി മതി. കുറച്ച് വെള്ളമൊഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങാപ്പാൽ വീട്ടിൽ തന്നെ തേങ്ങാപ്പാൽ എടുക്കാൻ മടിയില്ലാത്തവർക്ക് നാളികേരം പിഴിഞ്ഞെടുത്താലും മതി കേട്ടോ. ഈ പാക്കറ്റിന് ഒരു 30 രൂപയാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് 2 കറിയിലേക്കൊക്കെ ഇങ്ങനെ ആക്കാം. തീ നല്ലോണം കൂട്ടി വയ്ക്കുക. നമ്മുടെ അതേ ചെമ്മീൻ റോസ്റ്റാണ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. കാണുമ്പോൾ തന്നെ കൊതി വരുന്നുണ്ട്. ഇനി ലാസ്റ്റ് കുറച്ച് പെപ്പർ പൗഡറും കൂടി തൂവിക്കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. കുരുമുളക് പൊടി ലാസ്റ്റ്. കഴിഞ്ഞു. ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് പുട്ടാണ്. ഇപ്പോൾ ഒരു ഗ്ലാസ് സാധാ അരിപ്പൊടി കേട്ടോ, പുട്ടുപൊടി അല്ല, സാധാ അരിപ്പൊടി, നമ്മുടെ വറക്കണ പൊടിയില്ലേ, പത്തിരി, അപ്പം, ഇടിയപ്പം, അതിൻ്റെ പൊടി 1 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3/4 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഞാൻ തിളപ്പിക്കാൻ വയ്ക്കണം കേട്ടോ. 1 ഗ്ലാസ് അരിപ്പൊടിക്ക് ഒരു 3/4 ഗ്ലാസ് വെള്ളം. ഇനി ഈ വെള്ളം ഞാൻ ബോയിൽ ചെയ്യാൻ വയ്ക്കുകയാണ്. നമ്മുടെ ഈ 1 ഗ്ലാസ് അരിപ്പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ഇട്ടത്. ഇനി ഇതിലേക്കാണ് ഞാൻ തിളച്ച വെള്ളം 3/4 ഗ്ലാസ് ഒഴിക്കാൻ പോണേ കേട്ടോ. ഇവിടെ നമ്മുടെ വെള്ളം നല്ലോണം തിളയ്ക്കുന്നുണ്ട് കേട്ടോ. ഈ വെള്ളം വേണം നമ്മുടെ പുട്ടുപൊടിയിലേക്ക് ചേർക്കാനായിട്ട്. തിളക്കാം. നല്ല സോഫ്റ്റ് പുട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു എളുപ്പവിദ്യയാണ് കേട്ടത്. പലതരത്തിലും നമ്മൾ പുട്ടുണ്ടാക്കുമല്ലോ, അതിലൊരു മാർഗ്ഗമാണിത്. ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 10 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ കേട്ടോ. ഇവിടെ നമ്മുടെ പുട്ട് ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ ഉടച്ചു കൊടുക്കുക. അധികം ഒന്നും ഉടയ്ക്കൊന്നും വേണ്ട, വലിയ കട്ടയുണ്ടെങ്കിൽ മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടയ്ക്കുക. ഇനി എന്നിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കുക. ജസ്റ്റ് ഒന്ന് കറക്കാൻ പാടുള്ളൂ കേട്ടോ, കൂടുതലിട്ട് ഇതാക്കരുത്. ജസ്റ്റ് ഒരു കറക്ക് കേട്ടോ. അപ്പോൾ അതായത് ഇങ്ങനെ ഇരിക്കും. എല്ലാം ഒരേപോലെ ആവാൻ വേണ്ടിയിട്ടാണ് ഒന്ന് കറക്കണം. നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇനി ഇതുകൊണ്ട് പുട്ടുണ്ടാക്കി അടിപൊളി പുട്ടായിരിക്കും, പഞ്ഞി പോലെ ഇരിക്കും. നമുക്കത് ഉണ്ടാക്കാം. 1 ടീസ്പൂൺ നാളികേരം അടിയിൽ നല്ലോണം നാളികേരം ഇട്ടിട്ടുണ്ട്. പിന്നെ കണ്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലെ ഇരിക്കണ പുട്ടിൻ്റെ മിക്സ്. ഉണ്ടാക്കാത്തവരൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ. ഇതിൻ്റെ മുകളിലും നാളികേരം ഇടാം. ഇനി പുട്ട് വേവട്ടെ, നല്ലോണം ആവി വരട്ടെ.
റെഡി ആയിട്ടുണ്ട്. ആവി പറക്കണം നല്ല പഞ്ഞി പോലത്തെ പുട്ടും നല്ല അടിപൊളി ചെമ്മീൻ റോസ്റ്റാണ് കേട്ടോ. ഓ എൻ്റെ അമ്മ നല്ല ചൂടാ. ഒരു പീസ് ചെമ്മീനും കുറച്ച് ഗ്രേവിയും ഒക്കെ എടുത്ത് ഈ പുട്ടങ്ങോട്ട് കുഴച്ചായിട്ട് തിന്നിട്ടുണ്ടെങ്കിലേ എൻ്റെ അമ്മ എന്തൊരു ടേസ്റ്റാണെന്നറിയാം. ചോറിൻ്റെ കൂടെ അടിപൊളി തന്നെയാണ് കേട്ടോ. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെ എല്ലാത്തിൻ്റെ കൂടി കോമ്പിനേഷൻ തന്നെയാണ് നമ്മുടെ ചെമ്മീൻ. പക്ഷേ ഈ പുട്ടിൻ്റെ കൂടെ തിന്നുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. മസ്റ്റായിട്ട് ട്രൈ ചെയ്തോളൂ എല്ലാവരും.